നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്, പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൊടുത്ത ഉത്തരം. യൂദയായിലെ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ലോകത്തിൻ്റെ രക്ഷകനായ യേശു മിശിഹ ഭൂജാതനായി. അവൻ ലോകത്തിൻ്റെ രക്ഷകനാണെങ്കിലും ഒരു പൈതലായി അപ്പൻ്റെയും അമ്മയുടെയും വാത്സല്യം ഏറ്റുവാങ്ങി വെള്ളക്കച്ചയാൽ പൊതിഞ്ഞ് മഞ്ഞണിഞ്ഞ രാവിൻ്റെ സന്തോഷത്തിലും സുഖത്തിലും ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള തൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, വർഷത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം 2025 നമ്മെ വിട്ടുപോകുന്നതിന് മുമ്പ് 2025 ഏറ്റവും സുന്ദര ദിവസം നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാൾ. നമുക്കും പോകാം കാലിത്തൊഴുത്തിലേക്ക്. ആ ദിവ്യ പൈതലിൻ്റെ തൊട്ടടുത്ത് പോയി അവിടുത്തെ പുഞ്ചിരി തൂകുന്ന മുഖത്തേക്ക് നോക്കി ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്കും നേരാം ആ ദിവ്യ പൈതലിന് ആശംസകൾ. ചുടത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ, ലലലാ, ലലലാ. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. താരാട്ടു പാടിയുറക്കിടുവാ, ീതരാ
നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. തിരതല്ലും മോദത്തോടിത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയാ. ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും പാരാകെ പ്രേക്ഷകർ നിരനിരയാ. കാലിത്തൊഴുത്തിന്റെ സന്തോഷത്തിലേക്ക്, ക്രിസ്മസിന്റെ ആനന്ദത്തിലേക്ക് കർത്താവേ ഞങ്ങളെ കരം പിടിച്ചുയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസ് നാളിൽ വലിയ സന്തോഷവും സമാധാനവും കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ അലതല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ നിരാശയുടെ വഴികളിൽ നിന്നെല്ലാം രക്ഷകനായ ആ ദിവ്യ പൈതൽ നമ്മളെ കരം പിടിച്ചുയർത്തട്ടെ. അവൻ്റെ പിന്നാലെ നമുക്കും യാത്രയാകാം. ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ഏറ്റവും അനുഗ്രഹപ്രദമായ മണിക്കൂറിലൂടെ ദൈവമേ ഞങ്ങളെ കടത്തിവിടണമേ. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. 2025 ഈ ക്രിസ്മസ് നാൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് അങ്ങേറ്റം ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന ദിവസമാകട്ടെ, സമയങ്ങളാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ നിഴലുകളെല്ലാം അവിടുത്തെ പ്രകാശത്തിൽ നീങ്ങിപ്പോകട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, നീ തരുന്ന ഈ ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാലടികളെ ചലിപ്പിക്കുന്നതായിട്ട് മാറട്ടെ. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സമൂഹം, നാളെയുടെ നല്ല നാളുകൾ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറട്ടെ. രോഗപീഠകളാൽ വലയുന്നവരുണ്ട്, സാമ്പത്തിക ക്ലേശങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, മക്കളെയോർത്ത് ആവലാതിപ്പെടുന്നവരുണ്ട്. എല്ലാ സങ്കടങ്ങളും ആ കാലിത്തൊഴുത്തിൽ ആ ദിവ്യ പൈതലിൻ്റെ തൊട്ടരികെ ചേർത്ത് വെച്ചിട്ട് ഉണ്ണിയേശുവേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ വഴി നടത്തണേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇതാ ക്രിസ്മസിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കണം കേട്ടോ, മനോഹരമായ ഒരു കഥ ഈ അവസരത്തിൽ ഒന്ന് കേട്ട് നമുക്ക് അടുത്ത ഒരു ഗാനത്തിൻ്റെ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ദൈവിക കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വളരെ ലോകപ്രസിദ്ധമായ ഒരു കഥയാണ് അമാൽ ആൻഡ് ദ നൈറ്റ് വിസിറ്റേഴ്സ് എന്ന് പറയുന്ന കഥ. അമാലും നിശാ സന്ദർശകരും. അമാൽ എന്ന് പറയുന്നത് 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവൻ്റെ കഥയാണിത്. ഈ കഥ ബൈബിളിലെ യേശു സംഭവവുമായിട്ട് ചേർത്ത് വെച്ച് ഒരു കഥാകൃത്ത് രചിച്ചിരിക്കുന്ന കഥയാണിത്. ഓർക്കണം കേട്ടോ, യേശു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ദൂരദേശത്ത് നിന്ന് 3 ജ്ഞാനികൾ അവിടുത്തെ അന്വേഷിച്ച് യൂദയായിലെത്തുകയാണ്. അങ്ങനെ യൂദയായിലെ ബെത്ലഹേമിൽ
ലോകത്തിന്റെ രക്ഷകനായി പിറന്ന യേശുവിനെ അവരന്വേഷിച്ചു, പക്ഷേ അവർ കണ്ടെത്തിയില്ല. ഇനി കഥയാണ്, ബൈബിളിലെ ഭാഗമല്ല, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കഥ ഇങ്ങനെയാണ്. അവർ കുറെ അലഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ബെത്ലഹേമിലെ ഒരു ചെറിയ കുടില് കണ്ടു. വിളക്കിന്റെ അരണ്ട വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുടില്. ഇവർ ആ കുടിലിന്റെ വാതിലിൽ ചെന്നിട്ട് ഈ രാജാക്കന്മാർ ആ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നപ്പോൾ അവിടെ ഒരു അപ്പനും അമ്മയും അമാൽ എന്നു പേരുള്ള അവരുടെ 10 വയസ്സുള്ള ഒരു മകനും. ഈ രാജാക്കന്മാർ അവരോട് ചോദിച്ചു, ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു ഈ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അവർ പറഞ്ഞു, ലോകത്തിന്റെ രക്ഷകനോ, ഇസ്രായേലിന്റെ രാജാവ്, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല ഇവിടെ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചതായിട്ട്. ഈ രാജാക്കന്മാർക്കാകെ സങ്കടമായി. ആ കുടിൽ വിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങി പോരുകയാ, ഉണ്ണിയേശുവിനെ അന്വേഷിച്ചുള്ള യാത്ര. അപ്പോൾ 10 വയസ്സ് പ്രായമുള്ള അമാൽ എന്ന് പറയുന്ന ഈ കുട്ടി അപ്പനോടും അമ്മയോടും പറയുക, നമ്മുടെ ഈ നാട്ടില് ഈ ബെത്ലഹേമില് അങ്ങനെ ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാതിരിക്കുന്നത്, പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പനും അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി കണ്ടോ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറിപ്പോയി. ഈ അമാൽ എന്ന് പറയുന്ന ബാലനൊരു കൗതുകം. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ രാജാക്കന്മാർ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ അവനും യാത്രയായി. പിന്നീട് നമുക്ക് ബൈബിളിലെ കഥ അറിയാം. ഉണ്ണിയേശുവിനെ അന്വേഷിച്ചു വന്ന ജ്ഞാനികളായ ഈ രാജാക്കന്മാർക്ക് കിഴക്കുദിച്ച നക്ഷത്രമാണ് വഴികാട്ടിയത്. അങ്ങനെ ഈ രാജാക്കന്മാർ കാലിത്തൊഴുത്തിൽ പ്രവേശിച്ച് ഉണ്ണിയായ യേശുവിന് പൊന്നും മീറയും കുന്തിരക്കവും സമ്മാനം നൽകി. അങ്ങനെ അവിടത്തെ കണ്ട് ആരാധിച്ച് സ്വപ്നത്തിൽ കിട്ടിയ ദർശനം അനുസരിച്ച് അവർ മറ്റു വഴിയിലൂടെ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇവരുടെ പിന്നാലെ പോയ അമാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ രാജാക്കന്മാർ കാലിത്തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇവനും പതുക്കെ കാലിത്തൊഴുത്തിനകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഈ ഉണ്ണിയുടെ അടുത്ത് ചെന്നിരുന്നു. ഈ അമാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജന്മന അവൻ്റെ ശരീരത്തിന് ഒരു വൈകല്യമുണ്ട്. അതുകൊണ്ട് അവന് നടക്കണമെങ്കിൽ ഒരു വടി സഹായം ആവശ്യമാണ്, ഒരു സ്റ്റിക്കിൻ്റെ സഹായം ആവശ്യമാണ്. ഇവൻ ഈ സ്റ്റിക്കുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഈ ഉണ്ണി യേശുവിൻ്റെ അടുത്ത് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ആ പൈതലിൻ്റെ അടുത്ത് അല്പം നേരം ഇരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വലിയൊരു പ്രകാശം ഉദിച്ചിരിക്കുന്നത് പോലെ ഈ അമാലിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവരവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പോലും തോന്നിയില്ല. കുറെ നേരം പിന്നിട്ടു. തിരിച്ചു പോകാതെ വയ്യല്ലോ. അവൻ ഉണ്ണിയോട് ബയ്യൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ കാലിത്തൊഴുത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർത്തത്. ഈ ജ്ഞാനികളായ രാജാക്കന്മാർ വന്നിട്ട് പൊന്നും മീറയും കുതിരിക്കും ഒക്കെ സമ്മാനം കൊടുത്തല്ലോ. ഞാൻ മാത്രം ഈ ഉണ്ണിയെ കാണാൻ വന്നിട്ട് ഒന്നും സമ്മാനം കൊടുത്തില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ കീശയിൽ അവൻ തപ്പി നോക്കി. ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് സമ്മാനമൊന്നും അവൻ്റെ കയ്യിലില്ല. അവൻ വീണ്ടും കാലിത്തൊഴുത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് വീണ്ടും ആ ഉണ്ണിയുടെ അടുത്തിരുന്നു. എന്നിട്ട് ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി, എല്ലാവരും നിന്നെ കാണാൻ വരുമ്പോൾ സമ്മാനങ്ങളൊക്കെ തന്നിട്ടാ പോണത്. നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ സമ്മാനമൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഞാൻ ഈ കുത്തിപ്പിടിക്കുന്ന ഈ വടി മാത്രമേ ഉള്ളൂ. ഈ സ്റ്റിക്കില്ലാതെ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല. എങ്കിലും നിന്നെ കാണുമ്പോൾ ഒന്നും തരാണ്ട് പോകാൻ തോന്നണമില്ല. ഇതുകൊണ്ട് നിനക്ക് ഉപകാരമൊന്നും ഇല്ലെന്നറിയാം. എങ്കിലും കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നിനക്കൊരു കളിപ്പാട്ടമൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ അമാൽ എന്ന് പറയുന്ന 10 വയസ്സുകാരൻ അവൻ്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ഈ ദിവ്യ പൈതലിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു. കഥാകൃത്ത് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ആശ്രയമായിരുന്ന, തൻ്റെ ബലഹീനതയുടെ പ്രതീകമായിരുന്ന ആ ഊന്നുവടി ഉണ്ണിയേശുവിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് ഈ അമാൽ എഴുന്നേറ്റ് 2 കൈയും വീശിയങ്ങ് നടന്നുപോയെന്ന്. കഥയെ നമുക്ക് കഥയുടെ വഴിക്ക് വിടാം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാൾ നമ്മെ ക്ഷണിക്കുകയാണ്. എന്തിനെന്നറിയാമോ? നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളുമെല്ലാം അവൻ്റെ അടുത്ത് അവന് സമ്മാനമായി കൊടുത്ത് അവൻ തരുന്ന കൃപ സ്വീകരിച്ച് തിരികെ പോകാൻ പൂജരാജാക്കന്മാരുടെ പിന്നാലെ, ദൂരദേശത്ത് നിന്ന് വന്ന ജ്ഞാനികളായ ആ മനുഷ്യരുടെ പിന്നാലെ നമുക്കും പോകാം അവനെ അന്വേഷിച്ച്.
ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നു മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. തുള്ളികൾ തഴുകിയിറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയിറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുഴി തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നു, ദൂരെ ദൂരെ നിന്നു മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവ് രക്ഷകനായി കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി ഭുജാതനായി. വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ
കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ അവ സ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. പൂജരാജാക്കന്മാരോട് ചേർന്ന് ദിവ്യ പൈതലിനെ ആരാധിക്കുന്ന സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. ഈ ദൈവജനത്തിന്റെ മേൽ രക്ഷകരായ യേശു ക്രിസ്തുവിന്റെ കൃപയും അനുഗ്രഹവും നദി പോലെ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കാത്തിരിപ്പിന്റെ പൂർത്തീകരണമായിട്ട് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഒരു ദിവ്യ പൈതലായി ഇറങ്ങി വന്ന അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയാണ്, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, ഗുഡ്നസ് ടിവിയുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരെയും ക്രിസ്മസിന്റെ ഈ സന്തോഷത്തിലേക്ക് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ അനുദിന ക്ലേശങ്ങളിലും ജീവിതത്തിന്റെ ആകുലതകളിലുമെല്ലാം ഈ രക്ഷകൻ നമുക്ക് എപ്പോഴും ഒരു വഴികാട്ടിയായിട്ട് മാറട്ടെ. ഈ ജീവിതം നിരാശപ്പെട്ട് തീർക്കാനുള്ളതല്ല, ഭയപ്പെട്ടിരിക്കാനുള്ളതല്ല, ആകുലതയുടെ ചിറക് വിരിച്ച് പറക്കാനുള്ളതല്ല. പിന്നെയോ ശാന്തമാകാൻ, സ്വസ്ഥമാകാൻ അവൻ നമ്മുടെ കൂടെ വസിക്കുന്നവനാ. അവൻ എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈ ബോധ്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രക്ഷകനായ യേശുവിൻ്റെ കൃപയും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ആമേൻ.